സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാനോട് തോറ്റു തുന്നം പാടിയ ട്രംപ് പറയുന്നു, ഇനി ഹോർമോസ് ഞാനും ആയത്തുള്ളയും കൂടി നിയന്ത്രിക്കുമെന്ന്. Be jointly controlled. By who? Maybe me. Maybe me. You want the United States to be in Me control? and the Ayatollah, whoever the Ayatollah is, whoever the next Ayatollah. ലോകമാകെ മൂപ്പറുടെ ഈ വാക്കുകൾ കേട്ട് ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഞങ്ങൾ ഇപ്പോൾ പിടിച്ചു കളയുമെന്ന് പറഞ്ഞ് വീമ്പടിച്ച് നടന്ന ആളാണ്. ഓരോരോ അവസ്ഥകളെ എന്തായാലും അതങ്ങ് ചെന്ന് പള്ളിയിൽ പറഞ്ഞാൽ മതിയെന്നാണ് ട്രംപിൻ്റെ വാക്കുകൾക്ക് ഇറാൻ നൽകിയിരിക്കുന്ന മറുപടി. സത്യത്തിൽ ഇറാൻ ഇസ്രയേൽ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരവധി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇറാനുമായി ചർച്ച നടത്തിയെന്ന് ട്രംപ് പറയുന്നു, ഇല്ലെന്ന് ഇറാൻ പറയുന്നു. എല്ലാം ട്രംപിൻ്റെ തന്ത്രമാണെന്നും ഇറാൻ വാദിക്കുന്നു. അതേസമയം അമേരിക്കയുമായി ചർച്ച നടത്താൻ മുജ്തബ ഖൊമേനി സമ്മതിച്ചുവെന്ന് ചില ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപിന് ഇറാനുമായി ഒത്തുതീർപ്പിന് താല്പര്യമുണ്ടെന്നും ഇറാൻ പക്ഷേ അതിന് വഴങ്ങുന്നില്ല എന്ന് ചില ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ പോകുന്നു വാർത്തകളുടെ കുത്തൊഴുക്ക്. എന്തായാലും ട്രംപിൻ്റെ ഇടവേള പ്രഖ്യാപനത്തെയും ചർച്ചാ സന്നദ്ധതയും അല്ലെങ്കിൽ ചർച്ച നടക്കുന്നു എന്നുള്ള പ്രഖ്യാപനത്തെയും ഇറാൻ വളരെ കരുതലോടെയാണ് നോക്കിക്കാണുന്നത്. മറ്റെന്തെങ്കിലും വലിയ ചതി ചെയ്യാനുള്ള ഇടവേളയാണോ എന്നതാണ് ഇറാൻ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ മുന്നൊരുക്കങ്ങളോ ആക്രമണ രീതികളോ മാറ്റുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്രമല്ല ഇറാൻ ഹോർമൂസിൽ ചുങ്കം ഏർപ്പെടുത്തുന്ന പുതിയ രീതിയുമായി മുന്നോട്ട് പോവുകയുമാണ്. ഇപ്പോഴത്തെ സംഘർഷം കൊണ്ട് ഇറാൻ ഉണ്ടായ ഏറ്റവും വലിയ ഗുണവും അതാണ്. അതായത് ഇതുവരെ ചുങ്കം ഏർപ്പെടുത്താതിരുന്ന ഹോർമൂസിൽ നിന്ന് ഇനി കോടികൾ ഇറാൻ്റെ കീശയിലേക്ക് വരും. ഇതിനിടയ്ക്ക് ഇറാൻ നീക്കങ്ങൾക്ക് കരുത്തു പകരാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പുതിയ സെക്രട്ടറിയായി അലി ലാർജാനിക്ക് പകരം മുഹമ്മദ് ബക്കർ സോൽഖാദറിനെ നിയമിച്ചുവെന്ന വാർത്തകളും വരികയാണ്. പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട പുതുതായി ഉടലെടുക്കുന്ന ഇത്തരം സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വാർത്തകളാണ് പുറത്തു വരുന്നത് എന്ന് നോക്കാം. തങ്ങൾ ഇറാനിലെ ആദരണീയനായ നേതാവുമായി സംസാരിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ അത് മുജ്തബ ഖൊമേനി അല്ല. പിന്നെ ആര് എന്ന് ട്രംപ് വ്യക്തമാക്കുന്നുമില്ല. എന്നാൽ ചർച്ചകൾ നടക്കുന്നു എന്ന ട്രംപിൻ്റെ അവകാശവാദത്തെ ഇറാൻ പൂർണ്ണമായും തള്ളുകയാണ്. അത് വ്യാജ അവകാശവാദമെന്നാണ് ഇറാൻ ആവർത്തിക്കുന്നത്. ട്രംപുമായി നേരിട്ടോ അല്ലാതെയോ യാതൊരുവിധ ഔദ്യോഗിക ചർച്ചകളും നടന്നിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുറയ്ക്കുന്നതിനും വിപണിയെ സ്വാധീനിക്കുന്നതിനുമായി ട്രംപ് നടത്തുന്ന ഒരു തന്ത്രമാണ് ഇതെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ട്രംപിൻ്റെ പ്രസ്താവന വന്നതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവുണ്ടായത് ഇതിന് തെളിവായി ഇറാൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപ് നൽകിയ അന്ത്യശാസനത്തെ ഇറാൻ ഗൗരവമായി എടുക്കുന്നില്ല എന്നും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ സൈനികമായി തന്നെ മുന്നോട്ടു പോകുമെന്നും ഇറാൻ പ്രതികരിക്കുന്നു. മാത്രമല്ല ഇസ്രയേലിൽ ഇറാൻ കനത്ത ആക്രമണവും തുടരുകയാണ്. ഇസ്രയേലിനെതിരെ പുതിയ തരം മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തുന്നത്. ഇതിൽ ക്ലസ്റ്റർ പോർമുനകളുള്ള മിസൈലുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. ടെല്ലവീവിലും ജെറുസലേമിലും കനത്ത നാശമാണ് ഇറാന്റെ മിസൈലുകളേറ്റ് ഉണ്ടായത്. കുറഞ്ഞത് 6 പേർക്കെങ്കിലും പരിക്കേറ്റു എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ അറിയിക്കുന്നത്. ഇസ്രയേലിൻ്റെ അയൺ ഡോം സംവിധാനത്തെ മറികടക്കാൻ ഒരേ സമയം 100 കണക്കിന് മിസൈലുകൾ തൊടുത്തുവിടുന്ന രീതിയാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ചില മിസൈലുകൾ ജനവാസ മേഖലകളിലാണ് പതിച്ചത് എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ട്രംപ് ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇറാൻ അത് നിഷേധിക്കുകയും സൈനിക നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയുമാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മറ്റു ചില വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് 2 മാധ്യമ വാർത്തകളാണ്. ഒന്ന്, ഇറാൻ്റെ പരമോന്നത നേതാവായ മുജ്തബ ഖൊമേനി അമേരിക്കയുമായി ചർച്ചകൾക്കും സാധ്യമായ ഒരു കരാറിനും സമ്മതിച്ചു എന്നുള്ള റിപ്പോർട്ടാണ്. ഇസ്രായേൽ പത്രമായ എഡിയോത്ത് അഹ്റോനോത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് അൽ അറബിയയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ പ്രമുഖ പത്രമാണ് ഈ പറയുന്നത്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെയാണ് മുജ്തബ ഖൊമേനിയുടെ സമ്മതം, അതായത് മുജ്തബ ഇങ്ങനെ ചർച്ചയ്ക്ക് സമ്മതം മൂളിയതായിട്ടുള്ള കാര്യം രഹസ്യമായി അറിയിച്ചത് എന്നാണ് പത്രം പറയുന്നത്. എന്നാൽ ഇറാൻ ഈ വാർത്തയും നിഷേധിക്കുകയാണ്. മറ്റൊന്ന്, ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറാനുമായി ഒരു കരാറിലെത്താൻ ട്രംപ് ആഗ്രഹിക്കുന്നതായി 3 ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിനായി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിക്കാൻ ഇടയില്ല എന്നും ഈ ഇസ്രയേലി ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. തുർക്കി, ഒമാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചില അനൗദ്യോഗിക ചർച്ചകൾ നടക്കുന്നു എന്നുള്ള സൂചനകളും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് ചില സന്ദേശങ്ങൾ വന്നിട്ടുണ്ട് എന്നും അത് പരിശോധിക്കുകയാണ് എന്നും
ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഇറാൻ സ്ഥിരീകരിക്കുന്നില്ല, അതായത് ഔദ്യോഗികമായി ഇറാൻ സ്ഥിരീകരിക്കുന്നില്ല. ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇറാൻ ആവർത്തിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് സംഘർഷം അവസാനിപ്പിക്കാനും ഇതിൽ നിന്ന് കൈ കഴുകാനുമുള്ള നീക്കമാണ് ട്രംപ് നടത്തുന്നത് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ഇറാനോട് അടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് ഒരു തിരിച്ചറിവുണ്ടായി ട്രംപിന്. ആ തിരിച്ചറിവിലേക്ക് ട്രംപ് എത്തിയെന്ന് തന്നെയാണ് നിരീക്ഷകരെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെതിരായ സൈനിക നടപടിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ട്രംപ് ഒളിച്ചോടുകയാണ്. ഇറാനെതിരായ സൈനിക നടപടി വേണമെന്ന് ഭരണകൂടത്തിനുള്ളിൽ, അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷന് മുന്നിൽ അല്ലെങ്കിൽ ഉള്ളിൽ ആദ്യം വാദിച്ചത് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് ആണെന്ന് ട്രംപ് ഒരു പൊതുയോഗത്തിൽ പറയുകയും ചെയ്തു. ഹെക്സത്തിനെ സമീപത്തിരുത്തിയാണ് ട്രംപ് ഇത് പറഞ്ഞു കളഞ്ഞത്. ഇറാനെതിരായ സൈനിക നടപടി അമേരിക്കയ്ക്കുള്ളിൽ സൂക്ഷ്മമായ വിലയിരുത്തലുകൾക്ക് വിധേയമാകുമ്പോഴാണ് ട്രംപിൻ്റെ ഈ പരാമർശം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സൈനിക നടപടിക്ക് ആരാണ് കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയത് എന്നുള്ള വിവാദം നിലനിൽക്കെ കൂടിയാണ് ട്രംപ് ഹെക്സത്തിന് മേലുള്ള കുറ്റം ചാർത്തിയത്, അല്ലെങ്കിൽ ഹെക്സത്തിന് മേൽ കുറ്റം ചാർത്തിയത് എന്നതുകൂടി നമ്മൾ ഈ അവസരത്തിൽ നോക്കിക്കാണണം. അതായത് ഇതിൽ നിന്നെല്ലാം ഇറാനെതിരായ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. മാത്രമല്ല, ഇക്കാര്യത്തിൽ നെതന്യാഹുവിനോട് ട്രംപ് കടുത്ത വിയോജിപ്പിലാണ് എന്നും ചില നിരീക്ഷകരും ചില പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെതന്യാഹു ഇറാൻ്റെ കാര്യത്തിൽ തന്നെ കുഴിയിൽ ചാടിച്ചു എന്നുള്ള വികാരമാണ് ട്രംപിന് ഇപ്പോഴുള്ളത്. താൻ പറഞ്ഞിട്ടും ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് നെതന്യാഹുവിൻ്റെ സൈന്യം ആക്രമണം നടത്തിയതും ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇറാനെതിരായ ആക്രമണം തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുമ്പ് നെതന്യാഹു ട്രംപിനെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും ആക്രമണം തുടങ്ങുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നെതന്യാഹു ട്രംപിനെ ബോധ്യപ്പെടുത്തിയെന്നുമാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആയത്തുള്ള അലി ഖൊമേനിയെ വധിക്കാൻ ഇതിലും നല്ല അവസരം കിട്ടില്ല. 2024 ട്രംപ് സ്ഥാനാർത്ഥിയായപ്പോൾ വധിക്കാൻ ശ്രമിച്ച ഇറാനോട് പ്രതികാരം ചെയ്യാൻ ഇതിലും നല്ല അവസരം കിട്ടില്ല എന്നൊക്കെ നെതന്യാഹു ഫോണിലൂടെ ട്രംപിനോട് പറഞ്ഞു എന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ഫോൺ കോളിനിടെ തന്നെ ഇറാനെതിരായ സൈനിക നടപടിക്ക് ട്രംപ് നെതന്യാഹുവിന് തത്വത്തിൽ അംഗീകാരം നൽകിയെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു. നെതന്യാഹുവിൻ്റെ വാദങ്ങൾ എത്രത്തോളം ട്രംപിനെ സ്വാധീനിച്ചു എന്നുള്ള കാര്യം വ്യക്തമല്ല എന്നും റോയിറ്റേഴ്സ് പറയുന്നു. എന്നാൽ ഇറാൻ പരമോന്നത നേതാവിനെ വധിക്കാനുള്ള അവസാന അവസരമാണെന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടും നെതന്യാഹുവിൻ്റെ സമ്മർദ്ദവും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നടപടിയിലേക്ക് ട്രംപിനെ എത്തിച്ചു എന്നാണ് റോയിറ്റേഴ്സ് പറയുന്നത്. എന്തായാലും ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഉണ്ടാക്കിയ പൂട്ടാണ് ട്രംപിനെ ഇപ്പോൾ കുരുക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ട്രംപ് പഠിച്ച പണി 18 നോക്കിയിട്ടും നടന്നില്ല. നാറ്റോ രാജ്യങ്ങളെ കൂട്ടുവിളിച്ചിട്ട് അവരും വന്നില്ല. ഹോർമൂസ് ഇങ്ങനെ അടച്ചിടുന്നത് തുടർന്നാൽ അത് അമേരിക്കയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം അതിരൂക്ഷമെന്ന് ട്രംപിന് നിരവധി സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇസ്രയേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുന്നതും ട്രംപിൻ്റെ മനംമാറ്റത്തിന് കാരണമായി എന്ന് പറയപ്പെടുന്നു. ഒപ്പം ഇറാൻ 4000 കിലോമീറ്റർ ദൂരത്തേക്ക്, അതായത് അമേരിക്കയുടെ തന്ത്രപ്രധാന സൈനിക ഓപ്പറേഷൻ്റെ കേന്ദ്രമായ ഡീഗോ ഗാർഷ്യ ദ്വീപിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ എത്തിയത് തന്നെയാണ് ട്രംപിനെ മാറ്റി ചിന്തിപ്പിച്ചത് എന്നാണ് മിക്ക സൈനിക വിദഗ്ധരും വിലയിരുത്തുന്നത്. എന്തായാലും ഇറാൻ ഇപ്പോഴത്തെ ആക്രമണ രീതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. കൂടുതൽ കനത്ത ആക്രമണം പ്രതീക്ഷിച്ചോ എന്നാണ് അവർ ഇസ്രയേലിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. മാത്രമല്ല, തുടർച്ചയായി ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ പ്രയോഗിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇസ്രയേലിൻ്റെ കയ്യിൽ പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമമുണ്ടെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഇതിനിടെയാണ് ഇറാൻ്റെ പരമോന്നത സുരക്ഷാ സമിതി സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പുതിയ സെക്രട്ടറിയായി മുൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുഹമ്മദ് ബക്കർ സോൾഖാദർ വരുന്നത്. അലി ലാറിജാനിയുടെ പകരക്കാരൻ എത്തുന്നത് ഇറാൻ്റെ ആക്രമണത്തിൻ്റെ വ്യാപ്തി കൂട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ബ്രിഗേഡിയർ ജനറൽ റാങ്കിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു സോൾഖാദർ. 8 വർഷത്തോളം IRGCയുടെ ജോയിൻറ്റ് സ്റ്റാഫ് ചീഫായും 8 വർഷത്തോളം ഡെപ്യൂട്ടി കമാൻഡർ ഇൻ ചീഫായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ മുമ്പ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സുരക്ഷാ വിഭാഗം ഡെപ്യൂട്ടി മിനിസ്റ്ററായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതായത് ഈ മേഖലയിൽ വളരെയധികം പ്രാവീണ്യവും അനുഭവ സമ്പത്തുമുള്ള വ്യക്തിയാണ് ഈ സ്ഥാനത്തേക്ക് വരുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോൾഖാദറിൻ്റെ ഈ നിയമനവും ഹോർമൂസിലെ നടപടികളുമായി ഇറാൻ മുന്നോട്ട് പോകുന്നതും എല്ലാം ഇറാൻ ഇപ്പോഴത്തെ സംഘർഷത്തിൽ നിന്ന് ഉടനെ പിന്മാറില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞിട്ടുള്ളതും അങ്ങനെയാണ്. യുദ്ധം നിങ്ങൾ തുടങ്ങിക്കോളൂ, പക്ഷേ യുദ്ധം നിർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്നാണ് ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയത്. അതുതന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ്റെ കാല് പിടിക്കേണ്ട അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്നാണ് പല സ്വതന്ത്ര നിരീക്ഷകരും പറയുന്നത്.
ഇതാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ വാർത്തകളിൽ നിന്ന് വരുന്ന സൂചനകൾ, അല്ലെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന കാര്യങ്ങൾ. കൂടുതൽ അപ്ഡേറ്റുമായി മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.